ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കിച്ചണിലേക്ക് ഞാൻ ആഗ്രഹിച്ച് മേടിച്ച ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രോഡക്റ്റ് മേടിക്കണമെന്ന്. എന്നിട്ടിപ്പോൾ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമിലാണ് ഞാനിത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് ശേഷം ഒരു നാപ്പൊക്കെ എടുത്ത് വന്ന ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ദാ ഈ ഒരു സ്പൈസ് ബോക്സ് ഇത് ഞാൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പൈസ് ഓർഗനൈസർ അല്ലെങ്കിൽ മസാല ബോക്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലൊരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ. നമ്മളിപ്പം ഗ്ലാസ് ബോട്ടിൽസിലൊക്കെയാണ് സ്പൈസസ് ഒക്കെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ മസാലകളും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ നമുക്കത് എടുക്കാനും വെക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ. എപ്പോഴും ഓരോ കറിക്കും എടുക്കണം, ഓരോന്ന് എടുക്കണം. ഇതാവുമ്പോൾ നമുക്ക് എല്ലാം ഈ ഒരു കണ്ടെയ്നർ ബോക്സിൽ വെക്കാൻ പറ്റും. അത്യാവശ്യമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ബോക്സ് മാത്രം ഓപ്പൺ ചെയ്താൽ മതിയാകും. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഈസിയും ആക്സസിബിലിറ്റിയും കൂടുതലും ഈ ഒരു ബോക്സിലേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി മെത്തേഡാണ് ഈ ഒരു ബോക്സ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ ശരിക്കും മെറ്റലിലാണ് വരുന്നത്. മെറ്റലിലായതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ്. നല്ല അത്യാവശ്യം വെയിറ്റും ഒക്കെ ഉള്ള ഒരു നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഗോൾഡ് കോട്ടിംഗ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നി. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. നന്നായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കളറൊക്കെ പോവാതെ തന്നെ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഓൺലൈനിൽ പല സൈറ്റുകളുണ്ടല്ലോ, പല സൈറ്റുകളിലും പല വിലകളുടെ ഉണ്ട്. അപ്പം ക്വാളിറ്റി എപ്പോഴും ചെക്ക് ചെയ്യുക. ക്വാളിറ്റി ഉള്ളത് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ ഇതിൽ ചെക്ക് ചെയ്തിട്ട് മേടിക്കുക കേട്ടോ. പിന്നെ കണ്ടില്ലേ ഈ ഒരു ബോക്സിൻ്റെ താഴെ റബ്ബർ ബുഷ് വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളിപ്പം കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാലും ഏത് റാക്കിലൊക്കെ വെച്ചാലും ഇത് സ്ലിപ്പാവില്ല, ആൻറ്റി സ്ലിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ലിപ്പായി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ കഴുകി എടുക്കുന്നുണ്ട്. നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. ഉണക്കിയെടുത്തിട്ടാണ് ഇതിൽ സ്പൈസസൊക്കെ നിറച്ച് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു മസാല ബോക്സിൻ്റെ ഉള്ളിൽ 7 കണ്ടെയ്നർ വരുന്നുണ്ട്. അതുപോലെ ഒരു സ്പൂണോട് കൂടിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് 7 കണ്ടെയ്നറിൽ നമുക്ക് 7 സംഭവങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റുമെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കുക. അല്ല ഫാനിലോ അല്ലെങ്കിൽ പുറത്ത് വെച്ച് ഉണക്കിയെടുത്ത ശേഷം ഒരു ഡ്രൈ ക്ലോത്ത് കൊണ്ട് നന്നായിട്ട് തുടച്ച് ഒട്ടും ഈർപ്പില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതിൽ സ്പൈസസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. രീതിയിലൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്നുമില്ലെങ്കിൽ ഫാൻ്റെ അടിയിൽ വെച്ച് ഉണക്കിയെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. പിന്നെ ഫാൻ്റെ അടിയിൽ വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഡ്രൈ ക്ലോത്ത് വെച്ച് നന്നായിട്ടൊന്ന് വൈപ്പ് ഔട്ട് ചെയ്തെടുക്കണം. ശരിക്കും ഒട്ടും ഈർപ്പില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ ഇതിൽ സ്പൈസസ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ഒരു കറിക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങളുണ്ടല്ലോ, അതാണ് ഈ ഒരു
സ്പൈസ് ഓർഗനൈസറിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് കടുകാണ് കേട്ടോ. കടുക് ആ ഒരു സെൻറ്റർ പോർഷനിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഉലുവ, പിന്നെ നല്ല ജീരകം. ഇതൊക്കെയാണല്ലോ നമ്മൾ നോർമൽ കറികൾ. ഉലുവയാണെങ്കിൽ മീൻ കറിയിലും അതുപോലെ വെജിറ്റബിൾ കറി വെക്കുമ്പോഴും ഒക്കെ നമുക്ക് വേണം. നല്ല ജീരകമാണെങ്കിൽ വെജിറ്റബിൾ എന്ത് കറി വെക്കുമ്പോഴും നമ്മൾ നല്ല ജീരകം തേങ്ങ ചേർത്ത് അരക്കുമല്ലോ. അപ്പോൾ നല്ല ജീരകം അത്യാവശ്യം വേണ്ട സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇതിലേക്ക് ഓരോ കണ്ടെയ്നറിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഈ 4 പൊടികളാണ് കേട്ടോ. അപ്പോൾ 4, 3, 7 കണ്ടെയ്നേഴ്സാണ് ഇതിലുള്ളത്. അപ്പോൾ ആ 7 കണ്ടെയ്നറിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് എന്താണോ അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഞാനിതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു കറിക്ക് വേണ്ട അത്യാവശ്യ സംഭവങ്ങൾ നമ്മൾ ഈ ഒരു സ്പൈസ് ഓർഗനൈസറിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കറികൾക്കും ഈ ഒരു സംഭവം മെയിനായിട്ട് യൂസ് ചെയ്യാം. ബാക്കി അത്യാവശ്യമുള്ളത് മാത്രം ജാറിൽ നിന്ന് എടുത്താൽ മതിയാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ സ്പൈസ് ഓർഗനൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ കിച്ചണിലെ പണികൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് ഈ ഒരു സ്പൈസ് ബോക്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പല വെറൈറ്റി പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു സ്പൈസ് ഓർഗനൈസറിന് തന്നെ പല ഡിഫറൻറ്റ് വെറൈറ്റിയിൽ നമുക്കിത് അവൈലബിൾ ആണ് ഓൺലൈനിൽ. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് മേടിക്കുക കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. നമുക്കിതുപോലെ റാക്കിൽ വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വുഡൻ റാക്കിൽ വെക്കാം, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെറുതെ വെക്കാം. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇത് മേടിച്ച സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിന് ശേഷം ഒരുപാട് വീഡിയോസൊക്കെ ഇത് യൂസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിലൊക്കെ ഈ ഒരു സ്പൈസ് ഓർഗനൈസർ ഇരിക്കുന്നത്. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, വീണ്ടും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.